നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചല്ലോ. നമ്മൾ സ്ക്വാഡ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ഇന്ത്യൻ ടീം പ്രഖ്യാപനം നടക്കുമ്പോഴും നമ്മൾ ഒരു സ്ക്വാഡ് അനാലിസിസ് നടത്താറുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന സീരീസ് അതിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഋതുവിന് അവസരം കിട്ടിയില്ല. ഇപ്പോൾ വിജയഹസാരെ ട്രോഫിയിൽ അവൻ മികച്ച പ്രകടനം നടത്തുന്നുമുണ്ട്. എന്നിട്ടും ഋതു പുറത്താണ്. അതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാമി അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്ന തരത്തിൽ ചില സൂചനകളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷാമിയുടെ ഇൻ്റർനാഷണൽ കരിയർ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള യാതൊരു ഉദ്യമവുമില്ല എന്നുള്ളത് വ്യക്തം. പിന്നെ പരിക്ക് പറ്റി പുറത്തായിരുന്ന ശ്രേയസ് അയ്യർ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടക്കാണ് പരിക്ക് പറ്റിയത്. അതിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം തിരികെ എത്തുന്നു. വൈസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹമുണ്ട്. ഋഷഭ് പന്ത് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് എത്തുന്നു. സിറാജ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. പിന്നെ ഗില്ല് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ ഏകദിനം കളിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മടങ്ങിയെത്തി ക്യാപ്റ്റൻസി തിരിച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതാണ് നോട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കണം സ്ക്വാഡ്. അതിനു മുമ്പ് ഈ പരമ്പര 3 ഏകദിന മത്സരങ്ങളുടെ പരമ്പര. ഇപ്പോൾ ഈ T20 വേൾഡ് കപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഏകദിന പരമ്പരയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ റോക്കോ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന നിമിഷങ്ങൾ എന്നുള്ളത് കൊണ്ട് ക്രിക്കറ്റ് പ്രേമികൾ ഇതിനു വേണ്ടി വളരെ ആകാംക്ഷയിലും ആവേശത്തിലുമാണ്. ആദ്യ ഏകദിനം ജനുവരി 11-നാണ്. രണ്ടാമത്തെ ഏകദിനം ജനുവരി 14-നാണ്. മൂന്നാമത്തെ ഏകദിനം ജനുവരി 18-നാണ്. അപ്പോൾ സ്ക്വാഡിലേക്ക് വരുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഹാർദിക് പാണ്ഡ്യ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ പക്ഷേ BCCI വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ 10 ഓവർ എറിയാനുള്ള ക്ലിയറൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല T20 വേൾഡ് കപ്പ് അടുത്ത് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വർക്ക് മാനേജ് ചെയ്യാൻ തീരുമാനിച്ച്, വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ റെസ്റ്റ് ചെയ്യിച്ചിട്ടുള്ളതാണ് എന്ന് വിശദമാക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സ്ക്വാഡ് അനലൈസ് ചെയ്യണം. ശുഭൻ ഗിൽ ODI ക്യാപ്റ്റനായിട്ട് മടങ്ങിയെത്തുന്നു. ശ്രേയസ് അയ്യരുടെ മടങ്ങിയെത്തൽ പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് സ്ക്വാഡിൽ ഉണ്ടെങ്കിലും സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ്, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ COEയിൽ നിന്ന് ഇനിയും അദ്ദേഹത്തിന് ഫിസിക്കൽ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ മാത്രമേ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, സിറാജ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗില്ലിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഗില്ല് സൗത്ത് ആഫ്രിക്ക ODI സീരീസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നെക്ക് സ്പാസം ഉണ്ടായിരുന്നു, കഴുത്തിന് വേദന. ആ ബാറ്റിങ്ങിനിടയ്ക്ക് സംഭവിച്ചതാണല്ലോ, ഓർമ്മയുണ്ടാവും. ടെസ്റ്റ് മത്സരത്തിൽ കൊൽക്കത്തയിൽ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്നതിനിടക്കാണല്ലോ പരിക്ക് പറ്റിയത്. പിന്നെ അദ്ദേഹം ഏകദിന സ്ക്വാഡിൽ നിന്ന് പുറത്തായി. അതേസമയം അദ്ദേഹം സ്ക്വാഡിലേക്ക് പിന്നെ T20I മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. T20 മത്സരത്തിനിടയ്ക്ക് പിന്നെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാൽവിരലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ട് ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ അയ്യരുടെ കാര്യത്തിൽ 2025 ഒക്ടോബറിന് ശേഷം അദ്ദേഹം ഒരു കളിയും കളിച്ചിട്ടില്ല. സിറാജിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ODIയിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തത് ഓസ്ട്രേലിയ ടൂറിലാണ്. അദ്ദേഹം ടെസ്റ്റ് സ്ക്വാഡിൽ അദ്ദേഹം റെഗുലർ മെമ്പറാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിന് വേണ്ടിയിട്ട് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയഹസാരെ ട്രോഫിയിലും കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദിനത്തിലേക്ക് അദ്ദേഹത്തെ മടക്കി വിളിക്കുന്നു. ഗില്ലും അയ്യരും സിറാജും സ്ക്വാഡിലേക്ക് വരുമ്പോൾ പുറത്തായത് ആരൊക്കെയാണെന്ന് നോക്കണമല്ലോ. ഒന്ന് തിലക് വർമ്മ പുറത്തായി, ധ്രുവ് ജുറേൽ പുറത്തായി, രുദ്രാജ് ഗെയ്ക്വാദ് പുറത്തായി. അപ്പോൾ ഇതാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 2-1 റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ക്വാഡിൽ നിന്ന് ഇവിടെയുള്ളൊരു മാറ്റം. തിലക്, ജുറൽ അവർക്ക് ഇപ്പം ആ ഒരു സീരീസിൽ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദിനത്തിലെ. അതേസമയം ഗെയ്ക്വാദ് റായ്പൂരിൽ നമ്പർ 4 ഇറങ്ങിയിട്ട് 105 റൺസ് സ്കോർ ചെയ്ത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ സെഞ്ചുറി അടിച്ചിട്ടും അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ ഈ സ്ക്വാഡിൽ ഇടമില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി നമുക്ക് സ്ക്വാഡിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്ത് നോക്കിയാൽ ബാറ്റർമാരായിട്ട് ആരൊക്കെയാണുള്ളത്? ഗില്ല്, അയ്യർ.
പിന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സായിട്ട് പിന്നെ ഉള്ളത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ, പിന്നെ KL രാഹുൽ ഉണ്ട്. ഒരുപക്ഷെ വിക്കറ്റ് കീപ്പറായിട്ട് അദ്ദേഹം ഉണ്ടാവും. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക സീരീസിൽ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നു. പിന്നെ ഋഷഭ് പന്ത്. സോ KL രാഹുൽ ആൻഡ് ഋഷഭ് പന്ത് 2 വിക്കറ്റ് കീപ്പർമാർ. ജുറലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇഷാൻ കിഷൻ വരുമെന്ന് വാർത്തകളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെയും എടുത്തിട്ടില്ല. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് KL രാഹുലും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തും. അപ്പോൾ ഇതാണ് ബാറ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ബാറ്റേഴ്സിൻ്റെ കോട്ടയിലുള്ള താരങ്ങൾ. അപ്പോൾ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗില്ലും രോഹിത് ശർമ്മയും ഉണ്ട്. യശസ്വി ജയ്സ്വാളും സ്ക്വാഡിലുണ്ട്. പിന്നാലെ വരാൻ വിരാട് കോഹ്ലി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ശ്രേയസ് അയ്യരുണ്ട്, KL രാഹുലുണ്ട്, ഋഷഭ് പന്ത് വേണമെങ്കിൽ അദ്ദേഹത്തെയും കളിപ്പിക്കാം. സോ ബാറ്റേഴ്സിൻ്റെ നിര അവിടെ ശക്തമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഓൾറൗണ്ടേഴ്സിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. വാഷിങ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ്. ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ. അങ്ങനെ 3 ഓൾറൗണ്ടേഴ്സ് ഈ സ്ക്വാഡിലുണ്ട്. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. 10 ഓവർ ഏകദിനത്തിൽ ബൗൾ ചെയ്യാനുള്ള ക്ലിയറൻസ് COEയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. അതേസമയം സ്പിന്നേഴ്സായിട്ട് ഇപ്പോൾ കുൽദീപ് യാദവ് കൂടി വരുമ്പോൾ, റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ്, അപ്പോൾ പിന്നെ 3 സ്പിന്നേഴ്സ് അങ്ങനെയായി. അതായത് 2 ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള സ്പിന്നർമാർ രവീന്ദ്ര ജഡേജയും അതുപോലെ നമ്മുടെ വാഷിങ്ടൺ സുന്ദറും പ്ലസ് റിസ്റ്റ് സ്പിന്നറായിട്ടുള്ള കുൽദീപും. അപ്പോൾ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഓക്കെ ആയി. ഇനി പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, സിറാജ്. അതാണ് പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഒരു സ്ക്വാഡ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ODI സ്ക്വാഡിൽ ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൃത്യമായിട്ട് താരങ്ങളുണ്ട്. ശരിയാണ്. ഇപ്പോൾ ഇന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ അക്സർ പട്ടേലിൻ്റെ സെഞ്ചുറി കണ്ടു. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഈ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇതൊരു ബാലൻസ്ഡ് സ്ക്വാഡാണെന്ന് പറയേണ്ടി വരും. നോക്കുക, ബാറ്റിംഗ് കരുത്ത് വളരെ മികച്ചതാണല്ലോ. ഗില്ലും രോഹിത്തും ഓപ്പൺ ചെയ്താൽ, നമ്പർ 3 വിരാട് കോഹ്ലി വന്നാൽ, നമ്പർ 4 ശ്രേയസ് അയ്യർക്ക് വരാം, നമ്പർ 5 KL രാഹുലിന് വരാം. അപ്പോൾ അങ്ങനെ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. പിന്നെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടും, യശസ്വി ജയ്സ്വാൾ ഒരുപക്ഷെ ആവശ്യമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങാനും ഒക്കെ അവിടെ ആവശ്യത്തിനുള്ള ഒരു കവറിങ് ബാറ്റിങ്ങിലുണ്ടല്ലോ. പിന്നെ മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലും ഒക്കെ ആയിട്ട് രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഒക്കെ കളിക്കും, അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കും ആ ഒരു മാച്ചിൻ്റെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച്. സോ ഈ ഓൾറൗണ്ടർമാരുടെ സംഭാവന കൂടി വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ഗുഡ് ബാറ്റിംഗ് ഡെപ്ത് ആയി കഴിഞ്ഞിട്ടുണ്ട്. ബോളിങ്ങിലേക്ക് വരുമ്പോൾ ബൂംറ ഇല്ല, അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്താണ്. അതായത് T20 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്താണ്. സോ ബൂംറ ഇല്ല, പക്ഷേ അർഷ്ദീപ് ഉണ്ട്, പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, ഹർഷിത് റാണയുണ്ട്, പ്ലസ് ഇപ്പം മുഹമ്മദ് സിറാജിനെ കൂടി ആഡ് ചെയ്യുമ്പോൾ കരുത്തുറ്റ പേസ് ബോളിംഗ് നിരയുമായി. പിന്നെ വെറൈറ്റിക്ക് ഒരു റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവുമുണ്ട്. സോ കോമ്പിനേഷൻ പക്ക പെർഫെക്റ്റ് ആണെന്ന് പറയാം. പിന്നെ നിങ്ങൾക്കറിയാലോ, ന്യൂസിലാൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ODI സ്ക്വാഡ് അത്ര കരുത്തുറ്റ ഒന്നല്ല. നമ്മളന്ന് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ വിശദമായിട്ട് സംസാരിച്ചാണ്. അവരുടെ താരങ്ങൾ പല ഫ്രാഞ്ചൈസി ലീഗുകളിലായിട്ട് കളിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് താരങ്ങൾ അത്ര പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ പലർക്കും വിശ്രമം കൊടുത്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്വാഡ് ഹെവിയാണ്. അവർക്ക് ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എല്ലാവരും T20ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്, അതിനിടയ്ക്കുള്ളൊരു ഏകദിനമാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്ക്വാഡൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു ഓരോ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ. ഇനി ഒന്ന് ഇൻ ഷോർട്ട് സ്ക്വാഡ് എങ്ങനെയാണെന്ന് നോക്കാം. ശുഭൻ ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ, വാഷിങ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ. അപ്പോൾ ഇതിൽ ശ്രേയസ് അയ്യരുടെ കാര്യം സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് എന്ന കാര്യം കൂടി ഓർക്കുക. സോ ഞാൻ പറയും, ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ്. എല്ലാ മേഖലയിലും താരങ്ങളുണ്ട്. പിന്നെ ന്യൂസിലാൻഡ് ഇങ്ങോട്ടേക്ക് അയക്കുന്ന ഒരു 2ാം നിര സ്ക്വാഡ് എന്ന കാര്യം കൂടി നോക്കുമ്പോൾ അനായാസം നമ്മുടെ കുട്ടികൾ ഈ പരമ്പര വിജയിച്ച് കയറേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.